ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു. 4-ാം തീയതി വോട്ടിങ്ങിന് വേണ്ടിയിട്ട് കേരളം ഒട്ടാകെ വെയിറ്റ് ചെയ്യണം. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അട്ടിമറികൾ, മെഷീൻ ഹാക്കിങ്, മെഷീൻ തന്നെ മാറ്റി സ്ഥാപിച്ചതായിട്ടുള്ള പരാതികൾ, നിരവധിയായിട്ടുള്ള പരാതികൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം 4-ാം തീയതി വരെയുള്ള ഒരു 10-25 ദിവസം നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്താൻ UDF നേതൃത്വം തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ JDT ഇസ്ലാമിൽ 4 ബേപ്പൂർ ഉൾപ്പെടെയുള്ള നോർത്തും സൗത്തും സൗത്ത് ഇവിടെ തന്നെ 8 മണ്ഡലങ്ങളുടെ മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലമാണ് ഈ JDT ക്യാമ്പസ്. ഇവിടെയാണ് ഞാനുള്ളത്. പിന്നിൽ കാണുന്ന സ്ക്രീനുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകർക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം, കേരളത്തിലെ ഒരു സ്ഥലങ്ങളിലും CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന്റെ മുന്നണിയിലെ ഒരാൾ പോലും ഇതുപോലെയുള്ള പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളിൽ കാവൽ നിൽക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള സാധ്യതകളെക്കുറിച്ച് കേരളത്തിൽ ജനം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില സംശയങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആകെ മൊത്തം എത്ര പോളിംഗ് ശതമാനം എത്രയാണ് എന്നുള്ള ഒരു അന്തിമ കണക്ക് പുറത്തുവിടാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മെഷീനുകൾ വലിയ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്തിന് കാരണം ഈ പറയുന്ന CPM അതിനെക്കുറിച്ച് ഒരു രീതിയിലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം തെരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തുവിടാത്തതിനെ കുറിച്ച് പോലും CPM ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുമില്ല, അവരതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലിരുത്താൻ, കാരണം സംഘപരിവാറിന് എന്താണെങ്കിലും അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് സംഘപരിവാറിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അവിടെ സംഘപരിവാറിന് പിന്നെ അവരുടെ ഏജൻ്റായിട്ടുള്ള ഒരു വ്യക്തി അവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി പിണറായി വിജയനെ ഏത് രീതിയിൽ നരേന്ദ്രമോദി 3-ാം തവണയും അധികാരത്തിലേക്ക് എത്തിയോ അതേ രീതിയിൽ പിണറായി വിജയനെയും 3-ാം തവണയും അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു ചിന്താവിഷയം തന്നെയാണ്. കാരണം ജനം ഒന്നടങ്കം ആഞ്ഞിറങ്ങി കുത്തിയിട്ടും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പലരും ശ്രമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഒരു ഫലവും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നിട്ടും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പലരും അത് തന്നെ ഇങ്ങനെ കഴുതക്ക് തോന്നിയതുപോലെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അവർക്കൊക്കെ ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തോൽവി മുന്നിൽ കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചിലർ പറയും. പക്ഷേ അത് തോൽവിയല്ല, അത് ജനങ്ങളെ, അവരുടെ ജനവിധിയെ തോൽപ്പിക്കുവാനുള്ള ഒരു ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന PV അൻവർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും വലിയ കത്തുകളൊക്കെ നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് ആവശ്യങ്ങളും
പരാതികളും ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്, നിരീക്ഷിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏത് നിമിഷവും ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതുപോലെ പുറത്തു നിന്ന് ട്രക്കുകളിൽ EVM മെഷീനുകൾ വരികയും അവിടെ സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന EVM മെഷീനുകൾ മറ്റൊരു ട്രക്കിൽ കടത്തപ്പെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാ. അത് കേരളത്തിലും സംഭവിക്കില്ല എന്നൊന്നും നമ്മൾ കരുതേണ്ട. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്ററിൽ പോലും താമര ചിഹ്നം വരുന്ന കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് താമര കമ്മീഷനായി മാറിയ കാലഘട്ടത്തിൽ അത്തരം സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചുകൂടാ. അപ്പോൾ കൃത്യമായ ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ മെഷീനുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ട് വളരെ കൃത്യമായി ഡാറ്റകൾ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാവലിരുന്നിട്ടും കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ അല്ലേ? ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ 12 മണി വരെ പിന്നിൽ നിന്ന 10,000-കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ നിന്ന് നരേന്ദ്രമോദി അരമണിക്കൂർ കഴിയുമ്പോൾ 1,00,000 വോട്ടുകൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയൊക്കെ എത്രത്തോളം പ്രഹസനമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്, നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. പക്ഷേ എന്തിനും ഏതിനും ഒരന്ത്യമുണ്ട് എന്നുള്ളതും കൂടി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ അല്ലേ? ലോകത്ത് അങ്ങനെ ഒന്നും അവസാനിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ജനം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാ. ഏത് വലിയ ഭരണാധികാരിയെയും, ഏത് വലിയ ഏകാധിപതിയെയും, ഏത് വലിയ ഫാസിസ്റ്റിനെയും ലോകത്ത് തകർത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാരമ്പര്യവും ആ ചരിത്രമൊക്കെ എല്ലാ രാജ്യത്തും പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളതൊക്കെ നമ്മുടെ പ്രത്യാശകൾ നമ്മൾ പങ്കുവെക്കുമ്പോഴും സാധ്യതകളെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ UDF പ്രവർത്തകരോട് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് ജാഗ്രത, അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇതിനു വേണ്ടി ഇറങ്ങേണ്ട ഒരു സമയം ചിലപ്പോൾ ഇതായിരിക്കുമെന്നുള്ളതാണ്. കാരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് ഡാറ്റകൾ ഇപ്പോഴും അവൈലബിൾ അല്ല, എവിടെയും ഒന്നും അവൈലബിൾ അല്ല എന്ന് മാത്രമല്ല 40 ദിവസം കാലം കഴിയുമ്പോൾ ഇതൊക്കെ നശിപ്പിച്ച് കളയുക. എന്തിനാ ഇത്ര ധൃതി പിടിച്ച് നശിപ്പിക്കുന്നത്? വരും കാലങ്ങളിൽ ഇതൊന്നും തെളിവുകളായി മാറരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കൊക്കെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഈ പറയുന്ന രേഖകളും മെഷീൻ റെക്കോർഡുകളും ഡാറ്റകളും എവരിത്തിങ് നശിപ്പിച്ച് കളയുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും എല്ലാവരും വളരെ ജാഗരൂകരായി ഇരിക്കണം. അത് ഒരുപക്ഷെ നമ്മൾ കരുതും പോലെയല്ല. RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളിടത്ത് അവരുടെ ഏജന്റിനെ, അവർക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ആ അധികാര കസേരയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം. അത് തന്നെ ഇവിടെ സംഭവിച്ചാലും ഇവിടെ അതിനു വേണ്ടിയുള്ള കളികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമല്ല, അത് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും കേരളത്തിലെ പോളിങ്ങിനെ കുറിച്ച് ഒരു അന്തിമ കണക്ക്, ഒരു ഫൈനൽ ഫിഗർ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ പല രീതിയിൽ നമ്മുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കൃത്രിമത്വം കാണിക്കപ്പെട്ടേക്കാം എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാ? അതിൻ്റെ ചില ശതമാനങ്ങൾ മതി. 1% വോട്ടുകൾ വർദ്ധിച്ചാലും എന്ത് സംഭവിക്കും? തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഒന്നടങ്കമുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് മാറുമെന്നുള്ളതാണ്. 1% വർദ്ധിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട.
ഒറ്റ ശതമാനം വർദ്ധിച്ചാൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ മൊത്തം ടോട്ടൽ റിസൾട്ടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ ഈ അന്തിമ കണക്ക് ഫൈനൽ ഫിഗർ പുറത്തുവിടാതിരിക്കുന്നതിലൂടെ അതാണോ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്, നമ്മൾ പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. എല്ലാവരും ജാഗ്രത കാണിക്കണം. കാരണം നമ്മളെല്ലാവരും വലിയ ഉത്സാഹത്തോടെ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വോട്ട് ചെയ്തു. അവസാനം റിസൾട്ട് വരുമ്പോൾ അന്ന് തൃശ്ശൂരിൽ മുഖത്തോട് മുഖം നോക്കിയതുപോലെ ഇപ്പോഴ് നമുക്ക് മുഖത്തോട് മുഖം നോക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. അതിന് എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടത് കൃത്യമായ ജാഗ്രതയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ നിരീക്ഷിക്കുകയും ഓരോന്നും വളരെ കൃത്യമായിട്ട്, ഇപ്പം ഏറ്റവും ഫസ്റ്റ് വേണ്ടത് റിസൾട്ടിന് മുമ്പുള്ള കാര്യങ്ങളാണ്. മെഷീനുകൾ, സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കപ്പെട്ട മെഷീനുകൾ അത് അവിടെ നിന്ന് മാറ്റപ്പെടാതെ നോക്കണം. കാരണം മലപ്പുറത്ത് കളക്ടർ ഉത്തരവ് പറഞ്ഞിട്ട് സ്ട്രോങ് റൂം തുറക്കുവാനുള്ള ചില ശ്രമങ്ങൾ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? കലക്ടർ ഉത്തരവിൻ്റെ പിൻബലത്തിൽ സ്ട്രോങ് റൂം തുറക്കാൻ വരെയുള്ള ശ്രമം മലപ്പുറത്ത് വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫൈനൽ ഫിഗർ വരുന്നില്ല എത്രയാണ് പോളിംഗ് എന്നതിനെ കുറിച്ച്. സ്ട്രോങ് റൂമുകൾ തുറക്കാൻ കളക്ടർമാർ ഉത്തരവ് നൽകുന്ന സിറ്റുവേഷൻ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ അട്ടിമറിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.